അയോധ്യയിലാകെ വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്ന് കൃത്യമായി പ്രതിഫലിക്കുന്നതാണ് ആ രണ്ട് ദൃശ്യങ്ങൾ. 2020 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടന്നത്. അതിനുശേഷം പിന്നീട് രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നതിനൊപ്പം ഈ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് അദ്ദേഹം അന്ന് തറക്കല്ലിട്ടത്. രാമക്ഷേത്ര നിർമ്മാണം അകത്ത് നടക്കുമ്പോൾ തന്നെ അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളും ഉയർന്നു. അത് കൃത്യമായി തന്നെ ഇവിടുത്തെ റോഡുകളിൽ മാത്രമല്ല, അയോധ്യ നഗരത്തിലേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിയുടെയും കണ്ണിൽ നിറയുന്ന മുഴുവൻ കാഴ്ചയും അയോധ്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ റാംകി പേടിയിലെ വിശേഷങ്ങളിലേക്ക് ജിഷ്ണു തിരികെ വന്നു കഴിഞ്ഞാൽ പുറകിൽ വലിയ സ്ക്രീനിൽ ശ്രീരാമന്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ വിവരിക്കുകയാണ്. ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുറകിലെ റാംകി പേടിയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിലാണ് ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കാണുന്നതിന് വേണ്ടി തന്നെ നിരവധി തീർത്ഥാടകർ ഈ സന്ധ്യാസമയം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തുന്ന തീർത്ഥാടകരെല്ലാം തന്നെ ഈ ലൈറ്റ് ഷോ കാണുന്നതിന് വേണ്ടി ഈ റാംകി പേടിയിലേക്ക് എത്തും. അവിടെ വളരെ കൃത്യമായി ശ്രീരാമ ഭഗവാന്റെ ജനനം മുതൽ ഉള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ചിത്രീകരണം കാണിച്ചുകൊണ്ടുള്ളൊരു ലൈറ്റ് ഷോ അത് എല്ലാ ദിവസവും വൈകിട്ട് സരയൂ നദിക്കരയിൽ നടക്കുന്ന ഈ ഒരു ആരതിക്ക് ശേഷം, സരയൂ ആരതി ഏകദേശം 6 മണിക്ക് ശേഷം ആരംഭിക്കും. ആ സരയൂ നദിക്കരയിലെ സരയൂ ആരതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ റാംകി പേടിയിൽ ശ്രീരാമ ഭഗവാന്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ലൈറ്റ് ഷോ നടക്കുന്നത്. അതിപ്പോഴും പുരോഗമിക്കുകയാണ്. ഏകദേശം 45 മിനിറ്റിലധികം ഈ ഒരു ലൈറ്റ് ഷോ നടക്കും. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നേരിട്ട് കാണുന്നതിനായി നിരവധി തീർത്ഥാടകർ ദിവസേന ഈ റാംകി പേടിയിൽ ഈ സമയത്തേക്ക് ഒത്തുചേരുകയും ചെയ്യുന്നുണ്ട്. 6 മണിക്ക് എല്ലാ ദിവസവും സരയൂ ആരതി നടക്കും. അത് പ്രാചീന കാലം മുതൽ തന്നെ സരയൂ നദി എന്നാണോ ഒഴുകി തുടങ്ങിയത്, ഈ രാഷ്ട്രത്തിന് എന്നാണോ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം ഉണ്ടായത്, അന്ന് മുതൽ തന്നെ നദീപൂജ അത് ഗംഗയുടെ തീരത്തും സരയൂവിന്റെ തീരത്തും നർമ്മദയുടെ തീരത്തും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ശബരിമലയിലുള്ള മകരവിളക്കാണ്, അതുമായി ബന്ധപ്പെട്ട പമ്പ വിളക്ക് നടക്കുന്നു. അങ്ങനെ അങ്ങ് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങളിലെല്ലാം നദിയെ ആരാധിക്കുന്ന സംസ്കാരം വളരെ പ്രാചീനമായി തന്നെ ഉണ്ട്. എന്തായാലും മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ജിഷ്ണു, ഈ അയോധ്യയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വലിയ ഒഴുക്കാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചത് ഈ കാൽനടയായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്, വിവിധ നഗരങ്ങളിൽ നിന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ളത് ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമെല്ലാം കാൽനടയായി വിവിധ ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഈ വഴിയിൽ വരുന്ന നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ആ യാത്ര അയോധ്യയിൽ, ആ തീർത്ഥാടന യാത്ര അയോധ്യയിൽ സമാപിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് ഇപ്പോൾ തന്നെ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.